നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്നൊരു കഥയാണ് നാളെ കാണാനായിട്ട് പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു അനിയൻകുട്ടന് സ്വബോധം വീണ് കിട്ടണം, അനിയൻകുട്ടന് സത്യങ്ങളൊക്കെ വേദയോടും വിക്രത്തോടും തുറന്നു പറയണമെന്ന്. അങ്ങനെ അതിൻ്റെ കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു. ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനിയൻകുട്ടന് അധികം വൈകാതെ തന്നെ സ്വഭാവത്തിലേക്ക് തിരികെ വരുമെന്ന്. അങ്ങനെ ഒടുവിൽ അനിയൻകുട്ടന് കണ്ണു തുറന്നു. വേദയും വിക്രത്തെയും കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവര് പള്ളിമേടയിലേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് അനിയൻകുട്ടൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തിനാ കരയണേന്ന് പോലും വേദയ്ക്കും വിക്രത്തിനും ഒന്നും മനസ്സിലായില്ല. വേദയും വിക്രത്തെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനിയൻകുട്ടൻ്റെ കരച്ചിലിന് ശക്തി കൂടി. പെട്ടെന്ന് വിക്രം ചെന്നിട്ട് അനിയൻകുട്ടനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താടാ, എന്തിനാ നീ കരയണേ? ഇതിന് മാത്രം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. പക്ഷെ അതിന് മറുപടിയൊന്നും ഉണ്ടായില്ല. സത്യം പറ, നിനക്ക് എന്താ സംഭവിച്ചേ? എത്ര ദിവസമായെന്നറിയോ നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നത്, നീ ഒന്ന് സ്വഭാവത്തിലേക്ക് തിരികെ വരാനായിട്ട്. എടാ, എന്താടാ സംഭവിച്ചേ? അന്ന് പുളിക്കനെ ഇല്ലാതാക്കാനായിട്ട് ആരടാ വന്നേ? ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എത്രമാത്രം ആഗ്രഹിച്ചെന്നറിയാവോ? നിന്റെ നാവിൻ തുമ്പിലാണ് സത്യം ഇരിക്കുന്നത്. അപ്പോഴേക്കും വേദ പറഞ്ഞു, അതെ, അനിയൻകുട്ട സത്യങ്ങളൊക്കെ കോടതിയിൽ വെളിപ്പെടുത്തിയാൽ മാത്രമേ ഇനിയിപ്പം വിക്രത്തിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് കേട്ടപ്പോൾ അനിയൻകുട്ടൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടോട് കൂടിയിട്ട് വേദയെ നോക്കുകയാണ്. ആ സമയം വേദ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഞങ്ങളോടുള്ള സത്യം പറ, ആരാ ഇല്ലാതാക്കിയെന്ന് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. വിക്രം ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അനിയൻകുട്ടൻ പറഞ്ഞു, എന്നോട് അതിനെക്കുറിച്ച് ഇപ്പം ചോദിക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിനക്ക് പേടിയുണ്ടോ? നീ ആരെയും പേടിക്കണേ? വിക്രം പറഞ്ഞു, നീ ആരെയും പേടിക്കണ്ട, ഞാനില്ലേ നിന്നോടൊപ്പം, നിനക്കൊരാപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് എൻ്റെ കാര്യം ഓർത്തിട്ടല്ല പേടി, നിങ്ങളുടെ കാര്യം ഓർത്തിട്ടാ പേടിയെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കാര്യമോ? അതെന്തിനാ ഞങ്ങളുടെ കാര്യം ഓർത്ത് പേടിക്കണേന്ന് വേദ ചോദിക്കുകയാണ്. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, സത്യം പറയടാ, ആരാ അത് ചെയ്തേ? പുളിക്കിനെ ഇല്ലാതാക്കിയത് ആരാ? പുളിക്കിനെ ഇല്ലാതാക്കിയ ആൾക്കാർ തന്നെയായിരിക്കും വരുണിനെ ഇല്ലാതാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ആ കാര്യങ്ങൾ അറിഞ്ഞ് എൻ്റെ സത്യാവസ്ഥ അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനിയൻകുട്ടൻ പറഞ്ഞു, ഞാൻ പറയാം, എല്ലാം ഞാൻ പറയാമെന്ന് പറഞ്ഞു. അനിയൻകുട്ടന് മനസ്സിലായി ഇനി ഇത് പൊളിച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന്. വേദ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് അനിയൻകുട്ടനെ കൊണ്ട് എത്രയും പെട്ടെന്ന് പോകണം. അനിയൻകുട്ടനെ കോടതിയിൽ ഹാജരാക്കണം, സത്യങ്ങളൊക്കെ വിളിച്ചു പറയട്ടെ. ഏക ദൃക്സാക്ഷി അനിയൻകുട്ടനായിരുന്നല്ലോ പുളിക്കിനെ ഇല്ലാതാക്കിയത്. പുളിക്കിനെ ഇല്ലാതാക്കിയ താരാന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുണിനെ ഇല്ലാതാക്കിയ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അവരെ ചോദ്യം ചെയ്യുവാണെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതേ സമയത്ത് ജോബിനെ കൂട്ടിക്കൊണ്ട് ശ്രീകാന്ത് നേരെ ബാറിലേക്ക് ചെല്ലുവാണ്, ചന്ദ്രശേഖരൻ്റെ അടുത്തേക്ക്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് ജോബിനെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് പ്ലാന്റേഷൻ മാനേജർ ജോബി, എന്നെ കാണാൻ വന്നെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അച്ഛനോട്? ഇരിക്കാനൊക്കെ പറഞ്ഞു. അല്ല, എന്താ ഇയാളുടെ ഡിമാൻഡ് എന്ന് ചോദിച്ചു. 25 ലക്ഷം ഇയാൾക്ക് വേണമെന്നാണ് പറയുന്നത്. 25 ലക്ഷമോ? അതെ, വേദയും വിക്രം എവിടെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ പറഞ്ഞു തരും, കാണിച്ചു തരുമെന്ന് പറയണേ. ചന്ദ്രശേഖരൻ ചോദിച്ചു, അതിനെന്താ ഉറപ്പെന്ന് ചോദിച്ചു. സാറിന് എന്നെ വിശ്വസിക്കാം, ഞാൻ ചതിക്കില്ല എന്ന് പറഞ്ഞു. ചതിക്കേണ്ട കാര്യം എനിക്കില്ല, അങ്ങനെ ചതിക്കാനായിരുന്നെങ്കിൽ ഞാൻ അത്ര ദൂരത്തൊന്നും ഇവിടം വരെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ചന്ദ്രശേഖരൻ ചോദിച്ചു, വേദയും വിക്രത്തിന് നിനക്ക് എങ്ങനെയാ പരിചയം എന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ പരിചയപ്പെട്ടു സാറേ, പിന്നീടാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ ശത്രുവാണ് ഈ വിക്രം എന്നുള്ള കാര്യം. അവൻ എനിക്കിട്ട് ഒരു പണി തന്നു. അപ്പം ശത്രുവിനെ നിഗ്രഹിക്കാന്ന് പറഞ്ഞു കേട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ അതിന് വേണ്ടി ഒരു അവസരം കാത്തിരിക്കുമ്പോഴാണ് SI സാബു സാറ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണത്. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്കൊന്നും നോക്കാനില്ലായിരുന്നു. ശ്രീകാന്ത് സാറിൻ്റെ ശത്രുവാണ് വിക്രം എന്നുള്ള കാര്യം മനസ്സിലായിട്ടാണ് ഞാൻ സാറിൻ്റെ അടുത്തേക്ക് വന്നതെന്ന് പറഞ്ഞു. ശ്രീകാന്തോട്, ശരി, നിന്റെ ഡിമാൻഡ് അംഗീകരിച്ചിരിക്കുന്നു. 25 ലക്ഷത്തിന് കുറച്ച് കൂടുതലാണെങ്കിലും അവരെവിടെയുണ്ടെന്നുള്ള കാര്യം പറയണമെന്ന് പറഞ്ഞു. ജോബി പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതി, ഞാൻ അവരെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ചന്ദ്രശേഖരൻ പറഞ്ഞു, അല്ല, ഞങ്ങൾക്ക് പണി തരുന്നൊന്നും അല്ലോ അല്ലേ? എന്നെ വിശ്വസിക്കാൻ സാറേ എന്ന് പറഞ്ഞു. നിങ്ങളെ കാണാൻ വരണമെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ടല്ലേ നിങ്ങളെ കാണാൻ വന്നേ, അല്ലെങ്കിൽ ഞാൻ വരത്തില്ലോ എന്ന് പറഞ്ഞു. ഒടുവിൽ ചന്ദ്രശേഖരനോട് ശ്രീകാന്ത് പറഞ്ഞു, അച്ഛാ, എങ്കിൽ നമുക്ക് പോയേക്കാം, അവരെ കണ്ടെത്തണമെന്ന് പറഞ്ഞു. ചന്ദ്രശേഖരൻ പറഞ്ഞു, വെറുതെ പോയിട്ട് കാര്യമില്ല, നമ്മുടെ ഗുണ്ടകളെയും കൂടെ വിളിച്ചേക്കാം. നമ്മൾ വെറുതെ എന്ന് കയറി കൊടുത്തിട്ടുണ്ടെങ്കിൽ വിക്രത്തിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ലെന്നുള്ള കാര്യം അറിയാലോ. അങ്ങനെ അവരപ്പം തന്നെ രാജാക്കണ്ണ് പുറപ്പെടുവാണ്. ഇതൊന്നും പക്ഷേ വേദയും വിക്രം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേദയും വിക്രത്തോടും അനിയൻകുട്ടൻ സംസാരിക്കുമായിരുന്നു. ഒടുവിലാണ് അനിയൻകുട്ടൻ ആ കാര്യം പറയണേ, പുളിക്കനെ ഇല്ലാതാക്കിയത് ശ്രീകാന്താന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദയും വിക്രം ഞെട്ടിപ്പോയി. സത്യമാണോ നീ പറയണമെന്ന് ചോദിച്ചു. അതെ,
സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ വിക്രം. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങൾ പറയാണ്. ജോസഫും പിന്നെ അതുപോലെ തന്നെ വാസവൻ്റെ കൂട്ടാളിയും കൂടെ പുറത്തേക്ക് പോയ സമയത്ത് ഞാൻ അവിടെ നിന്നത്. ഞാൻ പൊതിച്ചോറ് മേടിച്ചുകൊണ്ട് വരാമെന്ന് കരുതി പൊതിച്ചോറ് മേടിക്കാൻ പോയേക്കുമായിരുന്നു. പോയിട്ട് തിരികെ വരുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നതെന്ന് പറഞ്ഞു. പുളിക്കനെ കുത്തിയത് വാസവനാന്ന് പറഞ്ഞു. വാസവനല്ല, ശ്രീകാന്താന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഒരു ഞെട്ടലോടുകൂടി വേദയെ നോക്കുവാണ്. വേദ പറഞ്ഞു, ഇപ്പം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഒരു പക്ഷേ വരുണ്ണെ ഇല്ലാതാക്കിയതും ശ്രീയേട്ടൻ തന്നെയായിരിക്കും. എൻ്റെ സ്വന്തം ചോര തന്നെയായിരിക്കും. ദീപ്തിയും വരുണും തമ്മിൽ ഇഷ്ടത്തിലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീയേട്ടൻ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടും, അത് മാത്രമല്ല വിക്രത്തെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. നാളെ നമുക്ക് ഈ സത്യങ്ങളൊക്കെ ലോകത്തോട് വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. അനിയൻകുട്ടൻ പറഞ്ഞു, എവിടെ വെള്ളം, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അനിയൻകുട്ടനെയും കൂട്ടിക്കൊണ്ട് അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പം സേതു പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. സേതു അവരെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. സേതു ചോദിച്ചു, അല്ല ഇനി നിങ്ങളുടെ പരിപാടി എന്താ, നിങ്ങൾ തിരികെ പോവുകയാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അല്ല പെട്ടെന്ന് പോകുന്നില്ല, വൈകുന്നേരം ഒരു ചടങ്ങ് കൂടെ ഉണ്ട്. ചടങ്ങോ? അല്ല, സന്തോഷിൻ്റെ ശ്രീലക്ഷ്മിയുടെ വിവാഹം കഴിഞ്ഞല്ലേ, അപ്പം അതിൻ്റെ ഫംഗ്ഷനിലൊന്ന് പങ്കെടുക്കണം, അതിനൊക്കെ ശേഷം പോകുന്നുള്ളൂ. വേദയുടെ ആഗ്രഹമുണ്ട്, വേദയുടെ ആഗ്രഹം കൂടെ അതും കൂടെ സാധിച്ചു കൊടുത്തിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരികെ അവർ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലേക്ക് ചെല്ലുവാണ്. വേദ അപ്പോഴും ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ശ്രീയേട്ടൻ ഇങ്ങനൊരു ചതി ചെയ്തല്ലോ, അല്ലെങ്കിലും അയാൾ ദുഷ്ടനാന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത്രയ്ക്ക് ചെയ്യുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമായിരുന്നില്ല. ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു വേദയ്ക്ക്. വിക്രം വേദയെ സമാധാനിപ്പിച്ചു. സാരമില്ല, എല്ലാ കള്ളത്തരങ്ങളും നമുക്ക് പൊളിച്ചെടുക്കാം, നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു. പിന്നീട് വൈകുന്നേരം സന്തോഷിന്റെ ബംഗ്ലാവിലേക്ക് ചെല്ലുവാണ്. അവിടെയാണ് കല്യാണ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ സന്തോഷ് കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സേതുവും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങി. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് സേതു, അതുപോലെ വിക്രം, വേദ എല്ലാവരും കൂടെ ചേർന്നിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അതിനേക്കാളേറെ സന്തോഷമായിരുന്നു സന്തോഷിനും ശ്രീലക്ഷ്മിക്കും. കാരണം അവരൊന്നിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചുകൊണ്ടിരുന്നില്ല. ഈ ജന്മത്തിൽ ഇനിയിപ്പം തങ്ങൾ ഒരുമിച്ച് ഒരു ജീവിതം ഇല്ലെന്ന് കരുതിയതായിരുന്നു. അവിടെ നിന്നാണ് പുതിയൊരു ജീവിതം തുടങ്ങുന്നത്. അവർ സന്തോഷം കൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. പക്ഷേ ഈ സമയത്താണ് ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് ജോബി വരുന്നത്. കാരണം എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, വിക്രത്തെ ഇല്ലാതാക്കണം, വേറെ അവർക്ക് പിടിച്ചു കൊടുക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. വരുന്ന സമയത്താണ് അവിടുത്തെ പാട്ടും ഡാൻസും മേളവും എല്ലാം കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു, ഇപ്പോഴങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കുന്ന അപകടമാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അത് കഴിയുന്നോടം വരെ വെയിറ്റ് ചെയ്യാം, അതിനുശേഷം വേണ്ട എന്താണെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്നൊരു രാത്രി കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിവിടുന്ന് രക്ഷപ്പെടാനായിട്ട്, ഇവിടുന്ന് പോകാനായിട്ടിരിക്കുമായിരുന്നു വേദയും വിക്രമൊക്കെ. നാട്ടിൽ ചെല്ലണമെന്നൊക്കെ തീരുമാനത്തിലെത്തിയിരുന്നു. അനിയൻകുട്ടന് സ്വബോധം വീണ് കിട്ടിയ കാര്യങ്ങളൊന്നും ഈ പറയുന്ന ചന്ദ്രശേഖരനോ ശ്രീകാന്തിനോ അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അനിയൻകുട്ടനെ തീർക്കും. അല്ലെങ്കിലും അനിയൻകുട്ടനെ കൈ കിട്ടിയാൽ തീർക്കണം. കാരണം അവൻ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് ഭീഷണിയാന്നുള്ള കാര്യം അറിയായിരുന്നു. പക്ഷെ അതിനൊന്നും ഇനി ശ്രീകാന്തിന് സാധിക്കില്ല. അതിനു മുമ്പ് വേദയും വിക്രം അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.